ഹലോ, പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളൊക്കെ വരും അല്ലേ? കൂടുതലായി കാണപ്പെടുക കണ്ണിന് താടിയും നെറ്റിയിലും അവിടെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലൊരു ക്രീമാണ് കേട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ചുളിവുകളൊക്കെ വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്രീം തയ്യാറാക്കാനായി വേണ്ടത് സവാളയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായി എടുക്കേണ്ട കുറച്ച് ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കുന്നത്. കാരണം കൂടുതൽ തയ്യാറാക്കി വെച്ചാൽ ചിലപ്പോൾ ബാഡ് സ്മെല്ല് വരും. ഞാനിവിടെ ഒരാഴ്ചക്കുള്ളതാണ് തയ്യാറാക്കുന്നത്. കഴിയുമ്പോൾ പിന്നെയും ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിലോ തുണിയിലോ അങ്ങനെ അരിച്ചെടുക്കണം. സവാള ഒട്ടും തന്നെ വീഴാണ്ട് കൈ വെച്ചിട്ട് തന്നെ ഞെക്കിയിട്ട് ജ്യൂസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ ഞെക്കി പിഴിഞ്ഞിട്ട് നമ്മുടെ ജ്യൂസ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരിപ്പയിലോ തുണിയിലോ അങ്ങനെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഒരു സവാളയുടെ ഇതൊന്നും പെട്ടിട്ടില്ല, ജ്യൂസ് മാത്രം പെട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓണിയൻ ജ്യൂസ് ഒരു 2 സ്പൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അതൊരു സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ 3 സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 3 കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ബോയിൽ ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. വേഗം തന്നെ ഇത് സെറ്റായി കിട്ടും. കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം ഓഫാക്കിയാലും നന്നായി ഇളക്കി കൊടുക്കണം. ഒരു ക്രീമി ഫോമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് വേറൊരു ബൗളിലേക്ക് പകർത്തിൻ്റെ ചൂട് മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 1 സ്പൂൺ റോസ് വാട്ടർ, 1 സ്പൂൺ ഗ്ലിസറിൻ, പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ വാങ്ങിക്കുന്ന അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് മതി. എൻ്റെ കയ്യിലത്തെ അലോവേര ജെൽ വാങ്ങിക്കുന്നത് കഴിഞ്ഞു. അപ്പോൾ 1/4 ഭാഗം വീട്ടിൽ തന്നെ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ജെല്ലെടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്രീം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നല്ലൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഒരാഴ്ചക്കുള്ളതാണ് കേട്ടോ തയ്യാറാക്കിയ. റൂം ടെമ്പറേച്ചറിൽ ഒരിക്കലും വെക്കാൻ പോലെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഡേയിലോ നൈറ്റിലോ ഏത് സമയത്തായാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. കഴിയുമ്പോൾ പിന്നെയും തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇത് 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ തീർച്ചയായും ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ ഫേസിൽ വരുന്ന ചുളിവുകളും വരകളൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും. ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ. ഡേയിലോ നൈറ്റിലോ ഏതെങ്കിലും സമയത്ത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ചുളിവുകളും വരകളൊക്കെ ഒരുവിധം തടഞ്ഞു നിർത്താൻ പറ്റും ഈ ഒരു ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇത് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആയിക്കോളും കേട്ടോ. ഇതിന് വേണ്ടി കൂടുതൽ സമയമൊന്നും ചിലവഴിക്കേണ്ട. കണ്ണിനെ താഴും നെറ്റിലൊക്കെ നല്ല കട്ടിക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അവിടെയൊക്കെയല്ലേ ചുളിവുകൾ വരാം. അപ്പോൾ നന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റിനകത്തേക്കും ഡ്രൈ ആയി. ഇത് വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ കണ്ണിനടിയിലെ ചുളിവുകളൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും കേട്ടോ. ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഒരു ക്രീം ഇട്ട് 5 മിനിറ്റ് ആദ്യം ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ടൈം ഒരിക്കലും പോകില്ല. വേഗം തന്നെ ഇത് അപ്ലൈ ചെയ്യുക. 5 മിനിറ്റ് ആദ്യം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഗ്ലോയും കിട്ടും. അതുപോലെ തന്നെ ചുളിവുകളും വരകളൊക്കെ നന്നായി റിമൂവ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു ക്രീമാണ് കേട്ടോ ഇത്. 40 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഭാവിയിൽ ചുളിവുകളും വരകളൊക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും നമ്മുടെ ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും പോകണം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കേ.